ഗായ്സ്, ഇന്ന് നമ്മളെ എന്നും ചെയ്യണേന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും, ബിസ്ക്കറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു കേക്കിൻ്റെ ഒക്കെ ഒരു മോഡലായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്ക് പെട്ടെന്നൊരു കേക്ക് കഴിക്കാൻ തോന്നിയാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ്. വാങ്ങാൻ പോയപ്പോൾ വലുതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ 2 10-ൻ്റെ പാക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വാനില ഫ്ലേവറാണ് കേട്ടോ, അത് ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഓറിയോ അല്ല കരുതി അത് വാങ്ങിയിട്ടുണ്ട്. പൊട്ടിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് 1-2 കഴിക്കും ചെയ്യുന്നുണ്ട്. ഇത് പാക്കും നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലുള്ള നമുക്ക് ആ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പരുവത്തിൽ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായി നിൽക്കുള്ളൂ. ഇനി നമ്മളൊരു പാത്രത്തേക്ക് തന്നെ തട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ ഈ ക്രീമുള്ള ഓറിയോ ആയതുകൊണ്ട്, അല്ലെങ്കിലും എല്ലാ ഓറിയോയിലും ക്രീം ഉണ്ടല്ലോ, ക്രീം കളയാതെ നമ്മൾ പൊടിച്ചതും കൊണ്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്. പൊടിഞ്ഞിട്ടുണ്ട് എന്നാലും ഒട്ടി നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ ഫുള്ള് സ്പൂൺ കൊണ്ട് വരണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ആ മിക്സീൻ്റെ ജാറിൽ നിന്ന് ഫുള്ള് പൗഡറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര പൗഡറുള്ള 2 പാക്ക് ഓറിയോ പൊടിച്ചിട്ട് ഇനി ആ ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പാലില്ലവർക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനില്ല, പാലിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ പൗഡർ ഈ ക്രീമില്ലേയും കൊണ്ട് ചിലയിടത്ത് കട്ടയായി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ച് നോക്കി, അപ്പോൾ അതിന് പാകത്തിനായി വന്നില്ല. പിന്നെയും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് ലാസ്റ്റ് കൂടരുത്. ഞാൻ ഒഴിച്ചിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്ക് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരുവത്തിലാണ്. പിന്നെയും കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കിയതാണ്. അപ്പോൾ ഒന്നും കൂടി ലൂസായിട്ടുണ്ട്. കുറേ നേരം ഇരുന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ മധുരം ഉണ്ടാവുമെന്ന്. ഓറിയോയ്ക്ക് മധുരം ഉണ്ട്, പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മധുരം ഉപ്പും എല്ലാം ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കണ തട്ടിലാണ് കേട്ടോ. അതിലിങ്ങനെ ഇഡ്ഡലീൻ്റെ കുഴി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ഇഡ്ഡലീൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാനും പിന്നെ ഒന്ന് ആവി കയറ്റിയെടുത്താൽ പെട്ടെന്ന് തന്നെ ആവും ചെയ്യല്ലോ പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇളക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മാക്സിമം പോയാൽ നമുക്ക് 4 ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളതുള്ളൂ. ഇഡ്ഡലിയല്ല, ഓറിയോ കേക്ക് ഉണ്ടാക്കാനുള്ളതുള്ളൂ. പിന്നെ എന്തായാലും നമ്മൾ ബാറ്ററൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ 4 എണ്ണത്തേക്കും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കീസൊക്കെ പൊട്ടിക്കുമ്പോൾ പരസ്യത്തിലൊക്കെ കണ്ടില്ലേ, ചോക്ലേറ്റ് ഇങ്ങനെ തെറിക്കും, അതുപോലെയൊക്കെ വരുമെന്ന് കരുതിയിട്ടാണ് ഞാനിത് ഡയറി മിൽക്ക് വെച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും വേറെ ചോക്ലേറ്റിൻ്റെ ചതം വെച്ച് കൊടുക്കുക. എനിക്ക് നോടി ഇഷ്ടം ഡയറി മിൽക്കാണ് കേട്ടോ. അത് പൊട്ടിച്ചപ്പോഴും ഒരു കുഞ്ഞൊരു പൊട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് കണ്ടാൽ പിന്നെ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ നമ്മൾ 4 എണ്ണത്തേക്കും ഒരേ ഇതിൽ വെച്ച് കൊടുക്കാൻ നോക്കുകയാണ്. വയ്ക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ മറ്റേ പരസ്യത്തെ മാതിരി തന്നെയാണ്. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്കിത് വെന്ത് കഴിഞ്ഞാലുള്ള അറിയാം. മിൽക്കൊക്കെ നമ്മൾ മാക്സിമം അതിൽ കൊള്ളാവുന്ന അത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയില്ല ബാറ്ററും കൂടി ആ ഡയറി മിൽക്കൊക്കെ വെച്ചതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അത് ഫുള്ളായി ഒഴിച്ച് കൊടുക്കാനൊന്നും അതിലുള്ള ബാറ്റർ ഇല്ല. എന്നാലും നമ്മൾ ഇല്ലത് വെച്ചിട്ട് എന്തായാലും 4 എണ്ണം ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 4 എണ്ണം ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. പാത്രം ഫുള്ള് വരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇഡ്ഡലി ചെമ്പിക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇഡ്ഡലിയൊക്കെ വെച്ച് കൊടുത്തപ്പോഴാണ് വെള്ളം ഒഴിച്ചില്ലാന്നല്ല ഓർമ്മ. പിന്നെ അതൊക്കെ എടുത്തത് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വന്നിട്ട് അറിയാം എങ്ങനെ കുക്കീസിൻ്റെ മാതിരി ചോക്ലേറ്റൊക്കെ ഒലിക്കോ അങ്ങനെയുള്ളതൊക്കെ. നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. 15-20 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് എടുക്കാൻ നോക്കി, അപ്പോൾ അത് നടക്കുന്നില്ല. ഞാൻ കരുതി വെന്തിട്ടില്ല, അതാണ് അടി പിടിക്കുന്നതെന്ന്. അത് ആ ചൂടോടെ നോക്കിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഫോർക്ക് മാറ്റി സ്പൂണും കൊണ്ട് നോക്കിയപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ കുറച്ച് ഭംഗിയൊക്കെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് നമ്മൾ ആ വാഴയിലേൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഫുള്ള് ഗ്രീനാണല്ലോ, അതിലപ്പോൾ ഈ ബ്ലാക്ക് ഇങ്ങനെ തന്നെ കേട്ടോ കാണാൻ. ഈ ലൈറ്റിൻ്റെ തോന്നല്ല, ഇതേമാതിരി നല്ലൊരു ബ്ലാക്ക് കളർ തന്നെയായിരുന്നു. അതിൽ വെച്ചെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗി ഉണ്ടല്ലോ പറഞ്ഞിട്ട് വെച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് എടുത്തതിൽ ആകെ ഒന്നുള്ളൂ കേട്ടോ, ഒന്ന് അടിയിൽ നിന്ന് വിട്ടുപോരാതെ ഇത്
വേറെ പ്രശ്നങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അടിപൊളിയായി നമ്മൾ കരുതിയ മാതിരി തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. ആ ഒരു ഇഡ്ഡലീൻ്റെ ഇതിലുണ്ടാക്കിയോണ്ട് ആ ഒരു ഷേപ്പും ഉണ്ട്. പിന്നെ അതെ നമ്മൾ പറഞ്ഞ പോലെ കുക്കീസിന് വരെ ചോക്ലേറ്റും വരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്തായാലും അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അത് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ സാധനത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ സമയവും കുറച്ച് മതി. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.